ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെല്ലോ മേക്ക് ഓവർ. അപ്പോൾ ഞാൻ മുന്നേ ഒരു ഹെൽത്ത് കെയർ റെസിപ്പീസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സ്കിൻ ഗ്ലോ തരാനൊക്കെ ബീട്രൂട്ട് എത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബീട്രൂട്ട് ദോശയാണ്. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനും സ്കിൻ ഗ്ലോയിനും മാത്രമല്ല, വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ, ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡെലീഷ്യസ് റെസിപ്പിയാണ്. മാത്രമല്ല, സംഭവം കളർഫുൾ ആയതുകൊണ്ട് തന്നെ പിള്ളേരെ കഴിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ബീട്രൂട്ട് ദോശയ്ക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോഴ്സ് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒന്നുകിൽ നമുക്ക് പച്ചയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബീട്രൂട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് വേവിച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ആ പച്ച മണം മാറിയിട്ടാണ് എനിക്കിഷ്ടമുള്ളത്, അതുകൊണ്ട് ഞാനത് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് ആണ്. ഞാനൊരു 1/2 കപ്പ് ഓട്സാണ് എടുക്കുന്നത്. നമ്മുടെ വെയിറ്റ് ലോസ് ഡയറ്റിലെ മെയിൻ താരമാണല്ലോ ഓട്സ്. ഓട്സില്ലാതെ എന്ത് വെയിറ്റ് ലോസ് അല്ലേ. വെയിറ്റ് ലോസ് മാത്രമല്ല കേട്ടോ, നമ്മളെ ബ്ലഡിലെ ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കൊളസ്ട്രോൾ ഒന്ന് കൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. മാത്രമല്ല, ഓട്സ് ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മൾ മിക്സിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മാത്രം മതിയോ, നമുക്ക് പ്രോട്ടീന് വേണ്ടി നമ്മളൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് ലോസിൽ നോക്കുന്നവരെ ഈ മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു മഞ്ഞ കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇനി അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് നല്ല പതഞ്ഞ് വരണം കേട്ടോ. ഇത് കൺസിസ്റ്റൻസി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ഭയങ്കര തിക്കുമല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. ഞാൻ അരക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ മുട്ട മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളം നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം. അതിന് വേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ദോശയുടെ ബാറ്റർ നേരെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഒരു സൈഡ് വന്നിട്ടുണ്ടാവും. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണുന്നില്ല, ഇങ്ങനെ കുഴിയൊക്കെ വന്നിട്ടുള്ള നമ്മുടെ അരിയുടെ ദോശ പോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. എണ്ണ നിർബന്ധമല്ല കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ദോശ ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് അപ്പുറത്തെ സൈഡും കൂടി വേവാൻ വെക്കുക. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി, ചമ്മന്തി എന്താണെങ്കിലും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് ചിക്കൻ കറി കഴിക്കാനും ചെറുപയർ കറി കഴിക്കാനും കടലക്കറി കഴിക്കാനും എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ടൊമാറ്റോ ചട്നിയാണ് തയ്യാറാക്കിയത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ നോക്കുന്നവർ അപ്പോൾ രാത്രിക്കകത്തെ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.